ഇന്ന് ഞങ്ങളുടെ 8th വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. നത്തിങ് ഫാൻസി, ജസ്റ്റ് ഒരു ഡിന്നറിന് പോകാമെന്ന് വിചാരിച്ചു. ഈ ചുരിദാറത്ത് എനിക്ക് കിച്ചൂടെ മേടിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഇതേ ലുലുലു കയറി ഒരു കുഞ്ഞു കേക്കും മേടിച്ചിട്ടാണ് നമ്മൾ പോയത്. ഡിന്നർ കഴിക്കാൻ നമ്മൾ പോയത് നമ്മുടെ ഫർവാനിയിലുള്ള ദോയി പാലസിലേക്കാണ് കേട്ടോ. എൻ്റെയും കിച്ചൺ വൺ ഓഫ് ദ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്സിൽ ഒന്നാണ് നമ്മുടെ ദോയി പാലസ്. അവിടുത്തെ ഒരു ആംബിയൻസും സെറ്റപ്പും ഒക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. മാത്രമല്ല അവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റിയും അവരുടെ സർവീസും എല്ലാം അടിപൊളിയാണ്. ചെന്ന വഴിക്കതേ നമ്മുടെ ഈ കോംപ്ലിമെൻ്ററി ആയിട്ട് സെർവ് ചെയ്യുന്ന ഈ പപ്പടവും ആ ഒരു ചട്നിയൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ദേ 8 years സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് സന്തോഷിച്ച് നമ്മുടെ കുഞ്ഞു കേക്കും കൂടെ മുറിക്കുകയാണ്. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു ലോട്ടറി അടിക്കണ പോലെയാണെന്ന്. അങ്ങനെ നോക്കുമ്പോൾ എനിക്കടിച്ച ഓണം ബമ്പറാണ് കേട്ടോ ഇത് മുതൽ. കാരണം നമ്മുടെ വട്ടൊക്കെ മനസ്സിലാക്കി നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമില്ലേ അല്ലേ. അങ്ങനെ ഞങ്ങളിരുന്ന് കേക്ക് കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും ഓർഡർ ചെയ്ത ഫുഡൊക്കെ 1 by 1 ആയിട്ട് വരാൻ തുടങ്ങി. നിങ്ങളിത് ഇവിടെ ആദ്യമായിട്ട് വരണമെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ്. നല്ല ഫ്ലേവർഫുൾ ആയിട്ടൊരു സൂപ്പാണ് കേട്ടോ. അങ്ങനെ സൂപ്പൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സാലഡ് വന്നു. എനിക്കും കിച്ചനും ഈ ഒരു സാലഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ മജ്ബൂസ്. ഞാനിവിടെ എപ്പോൾ വന്നാലും മിസ്സാക്കാത്തൊരു ഐറ്റമാണ് കേട്ടോ ഇവിടുത്തെ ചിക്കൻ മജ്ബൂസ്. ബാക്കി മജ്ബൂസൊന്നും ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല, പക്ഷേ ചിക്കൻ മജ്ബൂസ് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഈ ഫരീജിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന ഒരു മജ്ബൂസൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി മജ്ബൂസാണ് കേട്ടോ. ആ റൈസ് അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന ഒരു റെഡ് കളർ സോസിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ ടേസ്റ്റ് അറിയണത്. നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കാൻ ദോയി പാലസിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടുത്തെ ചിക്കൻ മജ്ബൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനത്തെ ഫുഡൊക്കെ കഴിഞ്ഞു ഇവിടുത്തെ വാഷ്റൂം വരെ ഭയങ്കര എസ്തെറ്റിക്കലിയാണ് കേട്ടോ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആദ്യം കുറച്ച് നേരം ഇവിടുത്തെ പ്ലേ ഏരിയയിലൊക്കെ നിന്ന് കളിച്ചു. അങ്ങനെ വയറ് നിറഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇതോടുകൂടി 8ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ശുഭം. ഇനിയും ഇതുപോലെ ഒരുപാട് വെഡ്ഡിങ് ആനിവേഴ്സറി നമുക്ക് ഇതുപോലെ അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോളോ ഫോർ മോർ വിശേഷംസ്. ബൈ.